ഹലോ ഗൈസുകളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നൈറ്റ് എവിടേക്ക് പോകണമെന്ന് അറിയാം, ചെറിയൊരു റൈഡ് പോലെ പോകാമെന്ന് വെച്ചിട്ടോ. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോകാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റെവിടെയല്ല, നമ്മുടെ സിയാൽ, നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്കാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മത് അത്താണി എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകണമെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് അവിടെ അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റൂട്ടോ ഗൈസ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അവിടെ എപ്പോൾ ചെന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ. രാവിലെ ചെന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ ആൾക്കാർ വരുന്നത് നൈറ്റ് സമയങ്ങളിലാണ്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഫ്ലൈറ്റ് ഉണ്ടാവുന്നത് ആ സമയത്ത് മാത്രം കേട്ടോ. നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞൊരു സുഖമല്ലേ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ രാത്രി ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും നമ്മുടെ ചുഞ്ചുരു വാശി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് കൊണ്ടുപോകും. അതൊക്കെ അടുത്തായിരിക്കും കേട്ടോ കൊണ്ടുപോകണത്. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും നമ്മൾ കുറച്ച് അകലേക്ക് നമ്മൾ പോകാറുണ്ട്. അതായത് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകും, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഹൈവേയിലൊക്കെ ഒന്ന് കറങ്ങും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഇതൊക്കെ ഒരു രസമല്ലേ കൈ. രാത്രിയാണെങ്കിൽ നല്ലപോലെ തിരക്കുണ്ടായിരുന്നിട്ട് റോഡുകളിലൊക്കെ നല്ല സിഗ്നലും കൂടുതൽ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും നെടുമ്പാശ്ശേരിക്ക് പോണ സമയത്ത് നമ്മൾ ആ തണി സിഗ്നൽ കഴിഞ്ഞിട്ട് ആ എയർപോർട്ട് റോഡിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡ്, അത് എല്ലാവരും ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കണ്ടേ? അങ്ങനെ എടുക്കല്ലേ, മെറ്റോണം ചെരിച്ചു പിടിച്ചിട്ട് ഫുൾ എടുക്കും. ഫോട്ടോ ആവണില്ലേ? നമ്മളെപ്പോ പോയാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കട്ടെ ഗൈസ്. വേറെ ഒന്നുമല്ല, നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് ബാക്കിയുള്ളവരെ കാണിക്കാന്ന് വെച്ചിട്ടാട്ടോ എല്ലാവരും അത് തന്നെ ചെയ്യുന്നത്. ബൈക്കിനാ ഇവിടെ വീടൊന്നും ഉണ്ടാവില്ലല്ലോ. മാത്രം ലേറ്റ് എത്തുന്നില്ല. ആ ലേറ്റ് അഴിച്ചിട്ട് അല്ല, അത് ഫ്ലൂറസെന്റ് ആയിരിക്കും. ലൈറ്റ് അല്ല, ഫ്ലൂറസെന്റ് ആയിരിക്കും. കാരണം ആള് ഇവിടുത്തെ എയർപോർട്ടിലെ ആളാ. ഇന്നലെ നല്ല പോലെ ഉണ്ടായി ശബരിമല അടുത്ത്. അല്ല, കാറുകളിലെ. അപ്പൊ ഇവരുടെ തള്ളും എന്റെ തള്ളു കൂടെ ഇപ്പൊ നല്ല രസമായിരുന്നിട്ട് ഗൈസ്. പണ്ടത്തെ ഇതല്ലേ ഇത് കാണുന്നത്? കൊച്ചിൻ ഇന്റർനാഷണൽ ഇത് പുതിയതാ. മുകളിലുള്ളതാ, ഓവർ ബ്രിഡ്ജ് ഉള്ളതല്ല, അത് ഇന്റർനാഷണലാ. ഡൊമസ്റ്റിക് ഏതാ? നമ്മളുള്ളിലേക്കാ പോണേ? അല്ല, സൈഡിലേക്കല്ലേ? ടെർമിനൽ 2 എവിടെ? ടെർമിനൽ 2 അവിടെ എവിടെ? ഇതാ കാണുന്നത്. ഏതാ? ടെർമിനൽ 1, 2, 3 അങ്ങനെയാണ്. അവിടെ തന്നെയാ 1, 2, 3 അവിടെ. 3 പുതിയത്. അതെന്നെ ഇവിടെ അല്ല വന്നത്. ഞാൻ കുറെ തള്ളിമറികൾക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടോ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ അടുത്ത അംഗം. ആകാശത്ത് നിന്ന് ആരെ ടോർച്ച് അടിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ എല്ലാവരും നോക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതാണ് നമ്മ കാത്തിരുന്ന ആള്. കൊച്ചി ഭയങ്കര ആകാംക്ഷയോടുകൂടി അമ്മാമ്മയുടെ മടിയിലിരിക്കാട്ടോ ഗൈസ്. ചുഞ്ചുരു ഇവിടൊക്കെ എന്റെ ദൈവേ, കറക്റ്റ് നമ്മ നിന്ന് അതിക്കൂടെ പോയില്ലേ? മാമ എന്താണിത്? ഓ ചുഞ്ചുരുന്ന് വിമാനം കാണിച്ചു കൊടുക്കുമ്പോ കേട്ടോ. ചുഞ്ചുരു പേടിയുണ്ടോ വിമാനം കാണാനായിട്ട്?
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലേ അവേട്ടാ ഇങ്ങോട്ട് വാ. കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. കുട്ടി 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 സാമർത്ഥ്യായിട്ടപ്പോ അതിന് ചെരുപ്പ് കൊറേ നേരമില്ല ലേറ്റ്. എനിക്ക് തോന്നണേ ഫ്ലൈറ്റ് എടുക്കാനാന്ന് ഒരെണ്ണം മഞ്ഞുണ്ട് അവിടെ നിന്ന്, ഒരെണ്ണം അവിടെ നിന്ന് വരുന്നുണ്ട്. ആ നല്ല രസമാർത്തിട്ട് ഈ എയർപോർട്ട് കാണാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ ആകാശം, നല്ല നിലവുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങേ തലക്ക് പോയി നോക്കട്ടാ. അങ്ങേ തലക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പുറത്തെ സൈഡ് ആണ് ടേക്ക് ഓഫ് ചെയ്യണത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം വീഡിയോയില്. ഇപ്പൊ നൈറ്റ് ആണ്, പിന്നെ നമ്മ അവിടേക്ക് ആദ്യമായിട്ടാണ് പോകാൻ പോണത്. നമ്മ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോണേട്ടാ. അപ്പൊ അവിടെ പോയി ഗുദാമിന്റെ ഉള്ളിൽ കൂടെ പോകണ്ടു നമ്മ അല്ലേ. പക്ഷെ അപ്പുറത്ത് കാണാൻ പറ്റൂട്ടോ നമുക്ക്. അപ്പുറത്ത് ലൈറ്റ് അവിടെ വേറെ വ്യൂ പോയിന്റ്. എവിടെ ലെഫ്റ്റ് അല്ലേ? ആ പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പൊന്താണ് ഇതാണ് വ്യൂ പോയിന്റ്. റേസ് സെന്റർ അടിച്ച് റൈറ്റ് കാണിക്കണ്ട്. നമുക്ക് റൈറ്റ് വിട്ടാലോ? ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടോ അപ്പൊ? കണ്ടോ ഇവിടേക്ക് ആൾക്കാർ തന്നെ. പക്ഷെ എനിക്ക് ഇത് അവരിട്ടാണ് ഈ സ്ഥലമാണോ ഇത്? ആയിരിക്കും എനിക്ക് തോന്നണേ. നമ്മ അവിടെ പോയി കണ്ടില്ലേ, അത്ര അലമ്പില്ല കേട്ടോ. ഇവിടെ ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ അല്ലേ. ഇവിടേക്ക് ആരങ്ങനെ വരത്തില്ല, ടൂറിസ്റ്റ് പ്ലേസ് പോലെ വരത്തില്ല അല്ലേ. അല്ല അവിടെ കാണാൻ പറ്റണേ പിന്നെ അവര് കുറച്ച് ഇത് കളഞ്ഞ് ഇവിടേക്ക് വരില്ലല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇവിടേക്ക് എത്തേണ്ടത് ഇത്തിരി ചടങ്ങാണ് അല്ലേ. സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷെ കുറെ ഉൾവഴി കൂടെ കുറച്ച് ഒരു 5, 6, 7 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മ സഞ്ചരിക്കണം. ചാൻസ് കുറവാ. കാരണം വെച്ചാൽ വന്ന് 2 ഫ്ലൈറ്റ് 12 കണ്ട് പോവും. അതാണ് അതൊക്കെ റഡാറോ? ആ എയർപോർട്ടിന്റെ ആണ്. ക്യാമറ അല്ല, അതിന്റെ മുകളിൽ കണ്ടോ റഡാറൊക്കെ. അത് കുഴപ്പമില്ല, ഇതിലേ കുഴപ്പമൊന്നുമില്ല. വരാൻ പാടില്ലെങ്കിൽ അവിടെ അവിടേക്ക് അതായിരിക്കും മേ ബി. അതൊക്കെ അർത്ഥമ്പികളൊക്കെ. പക്ഷെ ഈ ഏരിയയിലൊക്കെ നമുക്ക് സമാധാനമായിട്ട് വന്നിരിക്കുക. അപ്പുറത്തെ പോലെ അലമ്പൊന്നുമില്ല ഇവിടെ. അല്ല നോക്കട്ടെ, നമുക്ക് അവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട വിളവില്ലേ അവിടേക്ക് തന്നെ പോവാം. പക്ഷെ ഇത് കലക്കിട്ട സംഭവം കലക്കി. പക്ഷെ ഇവിടെ തീരെ ആൾക്കാരൊന്നുമില്ല. ഇത് നമ്മ എയർപോർട്ടിന്റെ ഇപ്പുറത്തെ സൈഡ് എത്തിയിട്ടോ, റൺവേയുടെ ഈ അറ്റത്ത് എത്തിയിട്ടോ. നമ്മ ഇത്ര നേരം ഇതിന്റെ അങ്ങേ അറ്റത്തായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നല്ല വിശാലമായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. ഭയങ്കര പ്രൈവസി ഉണ്ട് ഇവിടെ. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെന്നപ്പോൾ കറക്റ്റ് നമ്മുടെ തലയുടെ മുകളിൽക്കൂടെ ഇറന്നിട്ട് ഇത് പ്ലെയിൻ എന്താ പറയുക ടേക്ക് ഓഫ് അല്ല ഇറങ്ങിക്കൊണ്ടിരുന്നത്. ചില സമയത്ത് അതിൽ കൂടെ തന്നെ ടേക്ക് ഓഫ് ഉണ്ടാവാറുണ്ട് കേട്ടോ.
നമുക്ക് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ഒന്ന് കണ്ടു നോക്കാം. കുറച്ചും കൂടെ അറ്റത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് എൻഡെന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക 1/2 കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ചിലപ്പോൾ നമുക്ക് താഴത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അധികം വഴിയൊന്നും കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ചെന്ന് പെടണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ കുറച്ച് നേരം നിൽക്കാം. അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ മാറിയിട്ട് അവിടെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് സ്ട്രെയിറ്റ് പോയിട്ട് കുറച്ച് ആൾക്കാരുന്ന സ്ഥലമില്ല, നമുക്ക് അവിടെ തന്നെ പോയി കാണാം കേട്ടോ. ഇവിടെ അത്യാവശ്യം തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഏരിയയാണ് എങ്കിൽ പോലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുമില്ല. ഒരു കട, ഇപ്പുറത്ത് ഒരു ചെറിയൊരു തട്ടുകട, വേറെ പ്രത്യേകിച്ച് ഒന്നും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ലേസ് വാങ്ങിയിട്ടുണ്ട്. പട്ടികളൊക്കെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഇവിടെ വരുന്നവർ പട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മളെ കണ്ടപ്പോഴേക്കൊക്കെ ഓടി വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഈ ലേസ് കഴിച്ചോ, നമുക്ക് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിലിതൊരു ഒരെണ്ണം പോലും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ വന്നതിന് ശേഷം അല്ലേ. നമ്മ അപ്പുറത്തെ സൈഡിൽ നിന്നപ്പോ ടേക്ക് ഓഫ് ചെയ്ത്. പിന്നെ എനിക്ക് തോന്നണേ അവിടെ പിള്ളേര് ഇരുന്നില്ലേ, അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. ആ സൈഡ് വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് കാണാൻ പറ്റും, പക്ഷെ കുറച്ചധികം ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഒരുവിധം ഫ്ലൈറ്റ് അവിടെ നിന്ന് ആ ഏരിയയിൽ തന്നെ നല്ല ഹൈറ്റിൽ പൊന്തി പോരും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോകും. ഒരു ഫ്ലൈറ്റ് ഗ്ലാസ് തുറന്നു അതെ. നൈസല്ലേ? ഇതല്ല റെഡ് കളിയാൻ കണ്ടു പറഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പോയ സ്ഥലമില്ലേ. ഇതേ ഒരു ടേക്ക് ഫോൺ ചേരാട്ടോ. ടേക്ക് ഓഫ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ കണ്ട ടേക്ക് ഓഫിനേക്കാൾ നല്ല അടിപൊളിയായിട്ടോ ഈ ടേക്ക് ഓഫ്. നമുക്ക് സൈഡിൽ നിന്നാണ് കാണാൻ പറ്റുന്നത്, പക്ഷെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് ഇത് കുറേ ദൂരം അവിടേക്ക് പോയിട്ടാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചത്. അവിടെയാണ് നമ്മുടെ എയർപോർട്ട് ടെർമിനൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒന്നല്ലേ ഇവിടെ നിന്ന് കാണുമ്പോൾ രാവിലെ ഒന്ന് കാണണം. ഫ്ലൈറ്റിന്റെ ലൈറ്റുകൾ മാത്രം കാണുള്ളൂ മെയിനായിട്ട്. പക്ഷെ നമ്മ ഫസ്റ്റ് ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫ്ലൈറ്റ് കാണാൻ പറ്റും അടുത്തേക്കൂടെ അല്ലേ. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവാം. പകല് എന്തെങ്കിലും വരാൻ നോക്കാം കേട്ടോ. തള്ളിയൊക്കെ പോകണ്ടല്ലോ. അപ്പൊ നമ്മ തിരിച്ച ആദ്യം നിന്നോടത്തേക്ക് തന്നെ വന്നിട്ടാ. ഇവിടെ എന്തുമാത്രം ആൾക്കാരെ നോക്കി, ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. പിള്ളേര് സിറ്റ് കൂടി, ഫാമിലീസ് പറഞ്ഞു. ഫ്ലൈറ്റ് വേണുണ്ടോ? ഫ്ലൈറ്റ് വേണുണ്ടോ നീക്ക്? ഉണ്ടോണ്ണേ? ഇല്ലല്ലോ. അതൊക്കെ ഇനി നിക്കണോ? അപ്പൊ നമുക്കിനി വീട്ടിൽ പോട്ടോ. ഇവിടെ കുറെ നേരം നിന്ന് നമ്മ കണ്ടതാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കണ്ടു പോണത്. പോണവഴിക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോണം.
ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ്. സ്ട്രെയിറ്റ് റോഡാണ്. അപ്പം രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്, കപ്പിൾസ് വരുന്നുണ്ട്, സ്റ്റുഡൻസ് എല്ലാവരും വരുന്നുണ്ട്, പിന്നെ ചാപ്രികൾ വരുന്നുണ്ട്. മെയിൻ ഇവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കൊക്കെ ഇങ്ങനെ നല്ല സൗണ്ടിൽ സ്റ്റണ്ടൊക്കെ ചെയ്താണ് പോണത്. പക്ഷെ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കണവരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇവന്മാർക്ക് പ്രാന്തണവന്മാരെ ആരെ കാണിക്കാനാ. അപ്പോൾ ഇത് ചെയ്യുന്നവരെന്താ മനസ്സിൽ വിചാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നല്ല മാസമാണ്, കൊലമാസമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള മൈൻഡിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഇവർ ബൈക്കിൻ്റെ സൗണ്ടൊക്കെ മാറ്റി ഒരു മിനിമം ആവറേജ് സ്പീഡിൽ പോകണമെങ്കിൽ തന്നെ ആൾക്കാരെ നോക്കിക്കോളും. പക്ഷെ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായേക്കാം. പക്ഷെ ഈ ഓവർ സ്പീഡൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ണാപ്പി റൈഡൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് ആൾക്കാർക്ക് തോന്നണേ. പോവാ. അപ്പൊ ഒരു ഫ്ലൈറ്റ് ദൂരേന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ദൂരേന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മിപ്പോൾ അത് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം പോകും. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ ഇത്ര നേരം ഫ്ലൈറ്റൊക്കെ കണ്ട് ഒരുപാട് നേരമായിട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ നമുക്ക് പോകണമെങ്കിൽ വന്ന വഴി തന്നെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ, എയർപോർട്ടിലേക്ക് പോകണ വഴി കൂടെ ഇങ്ങനെ റൗണ്ട് അബൌട്ടൊക്കെ ചുറ്റി കറങ്ങി തിരിച്ച് തന്നെ പോകേണ്ടി വരും കേട്ടോ. അതാണ് മെയിൻ ചടങ്ങ്. അപ്പോൾ ടാറ്റ ബൈ ബൈ എയർപോർട്ട്, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമ്മളവിടെ നിന്ന് നേരെ വന്നത് ചെറങ്ങര ദാബേല കേട്ടോ. ദാബേല പേര് എന്നിട്ടായിരുന്നു ന്യൂ ഗുരുദാബ. ന്യൂ ഗുരുദാബ ചെറങ്ങരയിലെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നേ നമ്മൾ ഓർഡർ ചെയ്ത് ആർക്കും കാര്യമായിട്ട് വിശപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഇതിലേക്ക് തുറന്നപ്പോൾ ഇത് ഒന്ന് ഐസ് പിടിച്ചേക്കണ തുറന്നപ്പോൾ നമ്മ റൊട്ടി, റോമൻ റൊട്ടിയും അല്ല തന്തൂർ റൊട്ടിയും പിന്നെ ചിക്കൻ മസാല പിന്നെ ഒരു പെപ്സി എന്താ പറഞ്ഞത്. ലോറിക്കാർ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.